എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള കടലക്കറിയാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ വഴറ്റൽ പരിപാടികൾ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അവർ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അവർക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ കടലക്കറി. അപ്പോൾ വഴറ്റി സമയം കളയാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചായക്കട സ്റ്റൈലിൽ കടലക്കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നോക്കുകയും വേണം. വളരെ സിമ്പിളാണ്, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. നമ്മുടെ നാടൻ ചായക്കട സ്റ്റൈല് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കടല ഒരു 6 മണിക്കൂർ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതാണത്. തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏതാണ്ട് ഇത്രയും വരുന്ന ഒരു വലിപ്പം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 6 മുതൽ 8 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ ഈ കടല വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് വേവിക്കുന്നത്. ഇനി കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് അത് അടച്ചതിന് ശേഷം നമ്മുടെ കടലയുടെ വേവ് അനുസരിച്ചിട്ട് നമ്മൾ എത്ര വിസിലാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മൾ അത് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഉപയോഗിക്കുന്നൊരു മീഡിയം സൈസ് കടല ആയതുകൊണ്ട് എനിക്ക് ഒരു 8 മുതൽ 10 വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വെന്ത് കിട്ടാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കടല ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് കടലയാണ് ഇട്ട് കുതിർത്തി എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവിലാണ് എല്ലാം പറയുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം നമ്മൾ ആദ്യം മിക്സിയുടെ ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മളിതിലേക്ക് വേറെ കുരുമുളക് പൊടിയോ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ്. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കണം. നമ്മുടെ കടലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കണം. ഈ വേവിച്ച് വെച്ച മാറ്റി വെച്ച കടല കൊണ്ട് നമുക്കൊരു സൂത്രപ്പണീൻ്റെ അവസാനം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാലാണ് ഞാൻ എന്തിനാണ് ഈ കടല മാറ്റി വെച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്കിനി കടലക്കറിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ച് അത് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. പിന്നെ കുറച്ച് അധികം വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഉപയോഗിക്കാൻ വേണം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ പൊടിയാണ്. ഈ പൊടി ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഈ പൊടികൾ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണം. നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് തീ ഓണാക്കിയാൽ മതി. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യുക. പക്ഷേ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സാക്കി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലേക്ക് ഇട്ട് കൊടുത്തു മിക്സാക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചിലർ കടല വേവിക്കുമ്പോൾ തന്നെ ഇടാറുണ്ട്. പക്ഷെ ഞാനതിനെ അത്ര എൻകറേജ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ കടല വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഉപ്പ് ഇൻടേക്ക് കൂടും. അതേസമയം നമ്മളിപ്പോൾ ആണ് ഉപ്പ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും. ഉപ്പ് എപ്പോഴും കുറവ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പ്രത്യേകിച്ച് വീട്ടിൽ BP പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാര്യം ടേസ്റ്റ് മറ്റേതിന് ഇത്തിരി കൂടുതലായിരിക്കും നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഇടുന്നതിന്. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിലും അത്ര വലിയ ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സൂപ്പർ മാജിക് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടല അരച്ചതാണിത്.
ഈ ഒരു പേസ്റ്റ് നമ്മൾ നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും മാറും, ടെക്സ്ചറും മാറും. അതായത് ടേസ്റ്റ് കടല അരച്ച് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ആ കടലയുടെ സ്വാദ് മുന്നിട്ട് നിന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലേക്ക് നമുക്ക് കടലക്കറി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കടലക്കറി കുറച്ചും കൂടി ഒന്നൊരു കൊഴുപ്പ് ആയിട്ട് കിട്ടും, കുറച്ചും കൂടി ഒന്ന് കുറുകിയ ആ ഒരു പരുവത്തിലാക്കി നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പുട്ടിനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ആദ്യം കടല വേവിക്കാനായിട്ട്. നമ്മൾ ചെറിയ ചൂടുവെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കടല അരച്ചത് അതിൽ നിന്ന് എടുത്ത് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ പേസ്റ്റ് ആഡ് ചെയ്ത് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് നന്നായി ഒന്ന് തിളപ്പിക്കുക. അതോടുകൂടി നമ്മുടെ ഈസി ആയിട്ടുള്ള നാടൻ ചായക്കട സ്റ്റൈല് കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.